ഹൈദരാബാദ് എഫ്.സിക്കെതിരെ ഒരു 2-0 എന്ന് പറയുന്ന ഒരു വിജയം, അതും എഗെയിൻ ഒരു എവേ വിജയം ആണ് FC ഗോവ തുടർച്ചയായിട്ടുള്ള മത്സരങ്ങളിൽ സ്വന്തമാക്കുന്നത്. നിലവിൽ ഏറ്റവും ISLൽ ഒരു ഫോമിൽ കളിക്കുന്ന ടീം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം കൂടിയാണ് FC ഗോവ എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടർച്ചയായിട്ടുള്ള 4ാമത്തെ മത്സരത്തിലാണ് ഗോവ വിൻ ചെയ്യുന്നത്. അതും ബാക്ക് ടു ബാക്ക് എവേ മാച്ചസ് ഒക്കെ വിൻ ചെയ്യാൻ സാധിക്കുന്നു, ബാക്ക് ടു ബാക്ക് ക്ലീൻ ഷീറ്റ്സ് ഒക്കെ സ്വന്തമാക്കാൻ സാധിക്കുന്നു, അതും എവേ ഫിക്ചറിൽ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗുഡ് അച്ചീവ്മെൻറ്റ് തന്നെയാണ്. ഒരു കാര്യം എടുത്തു പറയേണ്ട ഒരു ഫാക്ടർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോവയുടെ തുടക്കത്തിൽ കുറച്ചധികം പ്രശ്നങ്ങളൊക്കെ നിലനിന്നിരുന്നു. അന്നിപ്പം പല ആക്ഷേപങ്ങളും, ഇപ്പം മനോല ഒരു ഡുവൽ ഡ്യൂട്ടിയൊക്കെ എടുക്കുന്നതുകൊണ്ടാണ് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും നിലവിൽ ഗോവ തിരിച്ചെത്തുന്നു, അവർ ഇഞ്ചേർഡ് ആയിട്ടുള്ള പ്ലെയേഴ്സൊക്കെ തിരിച്ചെത്തുന്നു, അവരെ ഒരു ഫുൾ ഫ്ലെഡ്ജ് ടീം വന്നതോടുകൂടി ഈ പറഞ്ഞതുപോലെ അവർക്ക് എന്തും സ്വന്തമാക്കാമെന്ന ലെവലിലാണ് പോകുന്നതെന്നുള്ളതാണ്. ഇപ്പം ഈ ഒരു മത്സരത്തിൽ ഞാൻ പറഞ്ഞില്ല 2-0 എന്ന് പറയുന്നൊരു വിജയമാണ്. അറ്റാക്കിംഗ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഹൈദരാബാദ് എഫ്.സിയുടെ ഭാഗത്തു നിന്ന് ഒരുപാട് മുന്നേറ്റങ്ങളുണ്ടായിരുന്നു, ഒരുപാട് നല്ല ചാൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. പക്ഷേ കൃത്യമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. അല്ലെങ്കിൽ അവരുടെ ഗോവയുടെ ഡിഫൻസ് വളരെ മികച്ച രീതിയിൽ നിന്നു. അതിലൊക്കെ ഉപരി ഋതിക് തിവാരി എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഗോൾ കീപ്പർ, FC ഗോവയുടെ ഗോൾ കീപ്പർ ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്, എസ്പെഷ്യലി ഇന്ന് എടുത്തു പറയേണ്ട മികച്ച സേവുകളുണ്ട്. അതിലിപ്പം സോയിൽ ജോഷിയുടെ എനിക്കൊന്ന് സെക്കൻഡ് ഹാഫിൻ്റെ ഒരു തുടക്കത്തിൽ അടിച്ചിട്ടുള്ള ഒരു ഷോട്ട്, അത് ക്ലിയർ ഗോളാകാവുന്ന ഒരു ചാൻസ്, ഗ്രേറ്റ് സേവ് നടത്തിയിട്ടാണ് രക്ഷപ്പെടുത്തി. അതുപോലെ തന്നെ എണ്ണം പറഞ്ഞ സേവുകളൊക്കെ നടത്താനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. എന്താണെങ്കിലും നമുക്ക് ഗോവയിലേക്ക് വരുന്നൊരു സമയത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ 2 ഗോളുകളാണ്. ഒന്ന് യാസിർ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള 1-ാം തരം ചാൻസ്, 1-on-1 സിറ്റുവേഷൻ. ഉദാന്ത എനിക്കൊന്ന് ഒരു നല്ല ഗോൾ തന്നെയാണ് അദ്ദേഹത്തിന് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചത്. ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ 2ാമത്തെ ഗോളും വന്നു എന്നുള്ളതാണ്. അത് എക്കോ ഗൊറക്സേനയാണ്. അതൊരു ടീം ഗോളാണ് വന്നത്. അതൊരു ലിങ്ക് പ്ലേയിൽ നിന്നൊക്കെ തുടങ്ങി പിന്നീട് അർമാൻഡോയുടെ ഒരു ഗ്രേറ്റ് ആയിട്ടുള്ളൊരു ബാക്ക് ഹീലാണ്. അത് കൃത്യമായിട്ട് ഫിനിഷ് ചെയ്യാൻ എനിക്കൊന്നൊരു ഡിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അതൊരു 2-0 എന്ന ലെവലിലേക്ക്. അത് പിന്നീട് നമ്മൾ പറഞ്ഞ ഒരു ടിപ്പിക്കൽ ഗോവയെ നമുക്ക് കാണാൻ സാധിച്ചു. ഗോവ അങ്ങനെ ഒരു അറ്റാക്കിംഗ് വൈനപ്പുറത്തേക്ക് കുറച്ചും കൂടി ഒരു കോമ്പാക്റ്റായി ഗോൾ വഴങ്ങാതിരിക്കുക, ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കുക എന്ന് പറയുന്നൊരു പ്ലാൻ ഉണ്ടല്ലോ, അതിലേക്ക് പോയി. നമ്മൾ കഴിഞ്ഞ മാച്ചിലൊക്കെ, എസ്പെഷ്യലി KBC മാച്ചിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സെക്കൻഡ് ഹാഫിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കൂടുതൽ അവസരങ്ങൾ ഉറപ്പായിട്ടും കിട്ടിയത് ഹൈദരാബാദിന് തന്നെയായിരുന്നു എന്നുള്ളതാണ്. ഹൈദരാബാദ് നല്ല രീതിയിൽ നല്ല മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു. സോ അതൊന്നും കൃത്യമായിട്ട് ഞാൻ പറഞ്ഞില്ല. ഡിഫൻസിൻ്റെ ആ ഒരു കരുത്തും ഇതൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ പലപ്പോഴും ഇപ്പോൾ പറയുകയാണെങ്കിൽ പലരും പറയാൻ സാധ്യതയുണ്ട് ഹൈദരാബാദാണ് ഇന്ന് നന്നായിട്ട് കളിച്ചത്, പക്ഷേ വിജയം സ്വന്തമാക്കാൻ സാധിച്ചില്ല. പക്ഷേ സംടൈംസ് നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്, ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറ്റാക്കിങ്ങിൻ്റെ മാത്രം ഗെയിമില്ല, സംടൈംസ് അല്ലെങ്കിൽ ഒരു ഡിഫെൻസീവ് എബിലിറ്റി. സോ അതായിരുന്നു ഒരു പ്ലാൻ. 2 ഗോൾ അടിച്ചു, കോമ്പാക്റ്റായിട്ട് നിൽക്കുക, ഇനി ഗോളുകൾ വഴങ്ങാതിരിക്കുക, ഒരു എവേ ഗെയിമാണ്, 3 പോയിൻറ്റ്സുമായിട്ട് തിരിച്ച് വീട്ടിൽ പോവുക എന്നുള്ള പരിപാടിയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്ത്. അത് കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിച്ചു. ഗോവയ്ക്ക് പറഞ്ഞ പോലെ തുടർച്ചയായിട്ടുള്ള 4ാമത്തെ വിജയം സ്വന്തമാക്കാൻ സാധിച്ചു. പറഞ്ഞ പോലെ ആ ഒരു ഷീൽഡ് റേസിലേക്കും അവരെത്തി. ഇപ്പം പറഞ്ഞ പോലെ 3ാം സ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇങ്ങനെ ഈ ഒരു റൺ അവർക്ക് തുടരാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഇനിയും മുന്നോട്ട് ഇതിലൊക്കെ മുന്നോട്ടൊക്കെ പോകാനായിട്ടും സാധിക്കും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു ഫാക്ടർ എന്നുള്ളതാണ്. എന്താണെങ്കിലും ജിങ്കൻ കൂടിയൊക്കെ വന്നതോടുകൂടി അവരുടെ ഡിഫൻസ്, കാരണം അതിന് മുന്നേ ഡിഫൻസിലൊക്കെ കുറച്ചധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ജിങ്കൻ നല്ല ഫോമിൽ, ഒരു ACL കഴിഞ്ഞ് വന്നിട്ട് ഇത്രയും ഒരു ഫോമിൽ കളിക്കുന്നു. ഒടയോൺ ഇന്ത്യ ഒപ്പം നമുക്കറിയാം. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും അവരുടെ ഡിഫൻസിനൊക്കെ ഗുണം ചെയ്തിട്ടുണ്ട്. ഒപ്പം പറഞ്ഞ പോലെ ഗോൾ കീപ്പറുടെ പെർഫോമൻസും എടുത്ത് പറയേണ്ട ഒരു ഫാക്ടർ തന്നെയാണ്. ഹൈദരാബാദ് FC അവരുടെ ആ ഒരു യങ് ടീമാണ്. അവർ ഈ പറഞ്ഞ പോലെ എപ്പോഴും അവർ ആ ഒരു ഫുൾ ഒരു ഇൻറ്റൻസിറ്റിയിലൊക്കെ കളിക്കുന്ന ടീമാണ്. അത് തന്നെയാണ് നമ്മൾ കണ്ടതും. പക്ഷേ പറഞ്ഞ പോലെ കൺവേർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ